എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ പേറ്റ് ഐ എം കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. നെസ്ലിൻ നായകനായി ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് നവംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തി ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയെടുത്ത മലയാളം സിനിമയാണ് ഐ എം കാതലൻ. ഹാക്കിംഗ് ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ സിനിമയുടെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ജനുവരി 3-ന് ആമസോൺ പ്രൈം വീഡിയോസ്, മനോരമ മാക്സ് എന്നീ OTT പ്ലാറ്റ്ഫോമുകൾ വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. അഞ്ജൻ രാമചന്ദ്ര, ശ്രാവണി റെഡ്ഡി തുടങ്ങിയവർ പ്രധാന റോളിലെത്തി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ആക്ഷൻ കോമഡി റൊമാൻറ്റിക് സിനിമയാണ് ലവ് റെഡ്ഡി. സിനിമയുടെ OTT അവകാശങ്ങൾ ആഹാ വീഡിയോസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സ്നരൻ റെഡ്ഡി സംവിധാനം ചെയ്ത സിനിമ ജനുവരി 3-ന് ഇന്ന് രാത്രി 12 മണിക്ക് ആഹാ തെലുഗു OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. ജിയോ സിനിമാസ് വഴി ഈ ആഴ്ച ഒരു ഇംഗ്ലീഷ് വെബ് സീരീസ് OTT റിലീസ് ചെയ്യുകയാണ്. ലോക്കർ ബൈ എ സെർച്ച് ഓഫ് ട്രൂത്ത് എന്നാണ് ഈ ഇംഗ്ലീഷ് വെബ് സീരീസിന്റെ പേര്. കോളിൻ ഫർത്ത് നായകനായി ഡ്രാമ ജേർണലിൽ പുറത്തിറങ്ങുന്ന സീരീസിന്റെ സീസൺ 1 ജനുവരി 3-ന് ഇന്ന് രാത്രി 12 മണിക്ക് ജിയോ സിനിമാസ് വഴി സ്ട്രീം ചെയ്യുന്നതാണ്. ന്യൂ ഇയർ സ്പെഷ്യലായി ആലപ്പുഴക്കാരൻ ജിങ്കാന എന്ന സിനിമയുടെ പുതിയൊരു പോസ്റ്റർ കൂടി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നെസ്ലിൻ നായകനായെത്തുന്ന ആക്ഷൻ ഡ്രാമ മലയാളം സിനിമയാണ് ആലപ്പുഴക്കാരൻ ജിങ്കാന. സിനിമയിൽ ലുഖ്മാൻ, ഗണപതി തുടങ്ങിയവരും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന സിനിമ 2025 ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഒരു മലയാളം സിനിമയാണ്. കനി കുസൃതി, ദിവ്യപ്രഭ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി AZSK ലഭിച്ച അവാർഡ് സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കി ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം പുറത്തുവന്ന സിനിമ ജനുവരി 3-ന് ഇന്ന് രാത്രി 12 മണിക്ക് ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മൈക്കൽ തങ്കദുരൈ നായകനായി കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം പുറത്തിറങ്ങിയ ഫാന്റസി ത്രില്ലർ തമിഴ് സിനിമയാണ് ആരംഗൻ. ആഹാ വീഡിയോസ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ അരുൺ KR ചിത്രം ജനുവരി 3-ന് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ആഹാ തമിഴ് വഴി തമിഴ് ഭാഷയിൽ സ്ട്രീം ചെയ്തിരിക്കുകയാണ്. കാളിയൻ എന്ന സിനിമയുടെ കൂടെ ഒരു കിടിലൻ പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ വർഷം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനായി ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ നായകനായെത്തുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമ കൂടിയായിരിക്കും കാളിയൻ. സെയിൻ ഇബ്ദ് ഖാൻ, സുർബി തുടങ്ങിയവർ പ്രധാന റോളിലെത്തുന്ന ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ ബോളിവുഡ് വെബ് സീരീസ് ആണ് ഗുണ. ആക്ഷൻ ഡ്രാമ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങുന്ന സീരീസിന്റെ സീസൺ 2 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ജനുവരി 3-ന് ഇന്ന് രാത്രി 12 മണിക്ക് സ്ട്രീം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലും സീരീസിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ടോവിനോ തൃഷ കോംബോയിൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി അനസ് ഖാൻ, അഖിൽ പോൾ തുടങ്ങിയവർ ചേർന്ന് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ഐഡന്റിറ്റി. സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ എല്ലായിടത്തു നിന്നും ഭേദപ്പെട്ട റെസ്പോൺസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക് എന്ന സിനിമയ്ക്ക് ശേഷം ടൊവിനോ അനസ് ഖാൻ കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകരാണ് കാത്തിരുന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാനും സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ സിനിമയുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ 1 to 1.5 കോടി റേഞ്ചിലായിരിക്കും സിനിമയുടെ ആദ്യ ദിന കേരള കളക്ഷൻ എന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ARM എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു ടൊവിനോ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴും ഭേദപ്പെട്ട കളക്ഷൻ ആദ്യ ദിനം ഈ സിനിമയ്ക്കും നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ബോളിവുഡിൽ നിന്നും ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ബേബി ജോൺ. വരുൺ ധവാൻ, കീർത്തി സുരേഷ് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തമിഴ് സിനിമയായ തലപതി വിജയുടെ തെറിയുടെ റീമേക്ക് കൂടിയാണ് ബേബി ജോൺ. തിയേറ്ററിൽ നിന്ന് മോശം റെസ്പോൺസുകൾ നേടിയെടുത്ത ഈ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ HD പ്രിന്റ് പൈറസി വെബ്സൈറ്റ് വഴി ലീക്കായി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹിന്ദി ഭാഷയിലാണ് സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസം തന്നെ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മമ്മൂക്ക ലാലേട്ടൻ കോംബോയിൽ വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമയാണ് MMM. സിനിമയുടെ ചിത്രീകരണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ ഒരു ലൊക്കേഷൻ സ്റ്റൈൽ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ ഒരു വമ്പൻ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസ് അടങ്ങുന്ന ഒരു പ്രൊമോ വീഡിയോ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ആദ്യ പ്രൊമോ വീഡിയോയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. 2025 പകുതിയോടെ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാനാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്.
അപ്പോൾ 2025 പൂജ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സുരാജ് വെഞ്ഞാറമൂട് നായകനായി ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത് മാർക്കോ എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസ് ചെയ്ത ഡാർക്ക് കോമഡി ത്രില്ലർ മലയാളം സിനിമയാണ് ED. തിയേറ്ററിൽ നിന്നും അത്യാവശ്യം നല്ല അഭിപ്രായം ചിത്രത്തിന് നേടിയെടുക്കാനും കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ദുഃഖവാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. നിരവധി സിനിമകളുടെ HD പ്രിന്റ് ലീക്കാവുന്നത് പോലെ തന്നെ ED എന്ന ഈ സുരാജ് സിനിമയുടെയും HD പ്രിന്റ് എൻഡ്യൂസ് പൈറസി വെബ്സൈറ്റ് വഴി ലീക്കായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മലയാളം ഓഡിയോ അടങ്ങുന്ന പ്രിന്റാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ OTT ചർച്ചകൾ സോണിലും ഹോട്ട്സ്റ്റാർ എന്നീ OTT പ്ലാറ്റ്ഫോമുകളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ജനുവരി മാസം തന്നെ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുമെന്ന് ഇതിനോടകം തന്നെ ഉറപ്പായി. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ലാലേട്ടൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ തന്നെ നായകനായി ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25 തിയേറ്ററുകളിലേക്ക് എത്തിയ ആക്ഷൻ ഡ്രാമ ഫാന്റസി മലയാളം സിനിമയാണ് ബറോസ്. 3Dയിൽ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് ആദ്യ ദിനം മുതൽ മിക്സഡ് അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ സിനിമയുടെ OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. Disney+ ഹോട്ട്സ്റ്റാറാണ് ബറോസിന്റെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ തമിഴ് പതിപ്പ് പൈറസി വെബ്സൈറ്റ് വഴി ലീക്കായിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തമിഴ് ഭാഷയിലായതുകൊണ്ട് തന്നെ സിനിമയുടെ മലയാളം ഉൾപ്പെടെയുള്ള OTT റിലീസിനായി ഇനിയും ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കിൽ മാത്രമായിരിക്കും ബറോസ് ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.